ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ബീഫ് അടയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു സ്നാക്സാണ് കേട്ടോ ഇത്. ചിക്കൻ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബീഫ് കഴുകി വെള്ളമൊക്കെ വാർന്ന് പോയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ 3-4 വിസിലും വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പം ഞാനിതാ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നതാണ്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, ഇതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പം ഞാനിത് ആ വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ. വലുതൊക്കെ ആണെങ്കിൽ ഒന്ന് മതിയാവും. ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. അതുപോലെ 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നുകൂടി ഇളക്കി കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്ന് കുഴഞ്ഞു പോകണമെന്നില്ല കേട്ടോ, ഇതുപോലെ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം കുറച്ചുകൂടെ മല്ലിയിലൊന്ന് ചേർത്ത് കൊടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ 2 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അല്പം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരല്പം വലിയ ഉരുളകളാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് വലിയൊരു ഉരുളയാക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ പരത്തിയെടുക്കുന്ന പലകയിൽ കുറച്ച് പൊടി തൂവിയിട്ട് ഇതുപോലെ അല്പം വലുതാക്കിയിട്ട് തന്നെ നേർമയാക്കിയിട്ട് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ഒരടപ്പോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ ഓരോന്നിലേക്കും ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അട തയ്യാറാക്കുന്നത് പോലെ മടക്കിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിതാ കുറച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മാവ് പരത്തുന്ന സമയത്ത് ഓരോന്നായി പരത്തിയെടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ വലുതായിട്ട് പരത്തിയെടുത്ത് ഓരോന്ന് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ. എങ്കിലും നമുക്ക് ഒരുപാടെണ്ണം ഒരേ സമയത്ത് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് നന്നായി പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായതിനു ശേഷം നമുക്ക് കോരി മാറ്റാം. ബീഫിന് പകരം നമുക്ക് ചിക്കൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.